ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. എന്താണ് പൈതൺ പ്രോഗ്രാമിംഗ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ എല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ പൈതൺ എന്ന് പറഞ്ഞത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പൈതൺ അത്രയും പോപ്പുലറായി മാറിയത്? ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിയും CPPയും ജാവയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകളാണ്, C#ഒക്കെ. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും പൈതൺ പോപ്പുലറായിട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? അപ്പോൾ നമ്മൾ ജാവയും CPP ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിനകത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൈതൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒക്കെ ഒന്നുകൂടെ ഹൈ ലെവലാണ്. അതായത് ഓഫർ ചെയ്യുന്നത് അത്രയും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒക്കെ ആയതുകൊണ്ട് തന്നെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയൊക്കെ കവച്ച് വെച്ചുകൊണ്ട് തന്നെ പൈതൺ ഇന്ന് എന്തായിട്ടുണ്ട്, അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജായി മാറിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് 1980s എൻഡിൽ ഗുയിഡോ വാൻ റോസം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പൈതൺ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഫസ്റ്റ് വേർഷനാണ് പൈതൺ 0.9.0. അത് റിലീസായത് 1991 ഇത് റിലീസ് ചെയ്തതോടുകൂടി തന്നെ പൈതൺ അതിൻ്റെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. കാരണം അതിൻ്റെ ഫീച്ചേഴ്സ്, യുണീക്ക് ഫീച്ചേഴ്സ് കാരണം. റിപ്പോർട്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ട് നമ്മളുടെ ടെക് സാമ്രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ടെക് വേൾഡിനകത്ത് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈ ഡിമാൻഡുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി എന്താണ് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? പൈതൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കമ്പൈൽഡ് ആണ്, ഇൻ്റർപ്രറ്റഡ് ആണ്, ഗാർബേജ് കളക്റ്റഡ് ആണ്, പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല അത് പ്രൊസീജിയൽ പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പൈതൺ അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്യാം. അതിനൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ലേണിംഗ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഈസിലി വർക്കിംഗ് ചെയ്യാനും ഈസിയാണ്. മാത്രമല്ല ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഡെവലപ്പേഴ്സിന് കൊണ്ടുവരാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ഫ്രെയിംവർക്ക് കാരണം അത് ഈസിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതേപോലെ തന്നെ കോഡ് റൈറ്റ് ചെയ്യാനും ഈസിയാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്കുള്ള ഒരു റീസണും കൂടെയാണ്. മാത്രമല്ല പുതിയ ഡെവലപ്പേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ഫാൻറ്റാസ്റ്റിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല സീസൺഡ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സിന് ഈസി ആയിട്ട് എറർ ഫ്രീ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള കോഡുകൾ റൈറ്റ് ചെയ്യാനും ഈ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ സാധിക്കും. ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പൈതൺ അത്രയും പോപ്പുലറായി മാറിയിട്ടുള്ളത്. പിന്നെ പൈതണിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈസി ടു യൂസ് ആൻഡ് റീഡ്, പിന്നെന്താണ് ഡൈനാമിക്കലി ടൈപ്പ്ഡ്, പിന്നെ ഹൈ ലെവൽ, കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്, പിന്നെ ഗാർബേജ് കളക്റ്റഡ്, പിന്നെ പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം കമ്പാറ്റിബിലിറ്റി, റിച്ച് സ്റ്റാൻഡേർഡ് ലൈബ്രറി, ഓപ്പൺ സോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇത് അത്രയും പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫീച്ചേഴ്സും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, എന്നാലേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ പോയിന്റുകളും പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പൈതൺ ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ജാവയും CPP ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്, അതുകൊണ്ടൊക്കെയാണ് അത് പോപ്പുലറായത്. പിന്നെ 1980s അല്ലെങ്കിൽ 1980s ലേറ്റ് ആയിട്ടുള്ള ലാസ്റ്റിൽ ഗുയിഡോ വാൻ റോസം എന്ന് പറഞ്ഞ ആളാണ് പൈതൺ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്.
ഇതിൻ്റെ ഫസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് 1991 അത് പൈതൺ 0.9.0 ആണ് ഫസ്റ്റ് റിലീസായത്. ആ ഒരു ഫസ്റ്റ് റിലീസോട് കൂടി തന്നെ പൈതൺ പോപ്പുലർ ലാംഗ്വേജിലേക്കായി മാറിക്കൊണ്ടിരുന്നു. പിന്നെ റിപ്പോർട്ടൊക്കെ പ്രകാരം ഇന്നത്തെ ടെക്നോളജി വേൾഡിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ എന്താണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്, ഹൈ ലെവലാണ്, കമ്പൈൽഡ്, ഇൻ്റർപ്രറ്റഡ്, ഗാർബേജ് കളക്റ്റഡ്, പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അതിങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മാത്രമല്ല ഇത് പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത. പിന്നെ പൈതണിന് വെബ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടിങ് പോസിബിളാണ്. അതേപോലെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇതൊരു വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ലേൺ ചെയ്യാനും പ്രൊജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെന്താ പറഞ്ഞ പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഫ്രെയിം വർക്ക് കാരണം ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതേപോലെ തന്നെ കോഡ് റൈറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. മാത്രമല്ല ഇതൊരു ഫാൻറ്റാസ്റ്റിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബിഗിനേഴ്സിനൊക്കെ. മാത്രമല്ല സീസൺഡ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സിനായിക്കോട്ടെ ക്ലിയർ ആയിട്ട് എറർ ഫ്രീ ആയിട്ടൊക്കെ കോഡ് റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞത് പൈതണിൻ്റെ ഫീച്ചേഴ്സാണ്. ഈസി ടു യൂസ് ആൻഡ് റീഡാണ് ഒന്നാമത്തത്. അതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ ക്ലിയർ ആണ്, ഈസിയാണ് റീഡ് ചെയ്യാനെന്നൊക്കെയുള്ളതൊക്കെയാണ് അതിനകത്ത് വരുന്ന പോയിൻറ്റ്സ്. പിന്നെ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ് അടുത്ത പോയിൻ്റ്. പിന്നെന്താണ് ഹൈ ലെവലാണ്. ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കോഡായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. പിന്നെ കമ്പൈൽഡ് ആണ്, ഇൻ്റർപ്രറ്റഡ് ആണ്, പിന്നെ ഗാർബേജ് കളക്റ്റഡ് ആണ്. കാരണം മെമ്മറി അലോക്കേഷനും ഡി അലോക്കേഷനും ഒക്കെ ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്യാൻ കഴിയും. പിന്നെ പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം കമ്പാറ്റിബിലിറ്റി ഉണ്ട്. പിന്നെ റിച്ച് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ട്. പിന്നെ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പൈതൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ പൈതൺ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഫസ്റ്റ് റിലീസ് ചെയ്തതൊക്കെ 1991 പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ വെച്ച് നോക്കുമ്പോൾ പൈതൺ ഇത്രയും പോപ്പുലറായി മാറിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒക്കെ കൊണ്ട് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു. ഇനി നമുക്ക് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഇതിനകത്ത് വരുന്ന ഓരോ കോൺസെപ്റ്റുകളും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.